Hi all, welcome back to Tutorium Online, Kerala's number one coaching institute for commerce and humanities. I am Gauri Priya. I am a first year law student at the National University, Odisha. സോ ഇന്ന് നമ്മൾ ക്ലാറ്റ് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തൊട്ട് മുന്നേ പ്രിപ്പയർ ചെയ്ത ആൾക്കാരോടോ അല്ലെങ്കിൽ ക്ലാറ്റ് എക്സാം ക്രാക്ക് ചെയ്ത ആൾക്കാരോട് എന്താണ് ക്ലാറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല സ്ട്രാറ്റജി അല്ലെങ്കിൽ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ ട്യൂണിൽ പറയുന്ന ആൻസർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് മോക്ക് എടുക്കുക ആൻഡ് മോക്സിൽ നിന്ന് ലേൺ ചെയ്യുക എന്നുള്ളതാണ്. സോ വാട്ട് ഡു യു മീൻ ബൈ എഫക്റ്റീവ്ലി അറ്റംപ്റ്റിംഗ് മോക്സ് ആൻഡ് എങ്ങനെയാണ് നമുക്ക് മോക്സിൽ നിന്ന് ലേൺ ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് നമ്മൾ സ്ട്രാറ്റജീസായിട്ട് ആഫ്റ്റർ എവറി മോക്ക് നമ്മൾ എടുക്കാനുള്ളത്, ആൻഡ് മോക്സിൽ നിന്ന് എങ്ങനെ ലേൺ ചെയ്യാം, എങ്ങനെ നമുക്കത് ക്ലാറ്റ് എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാം, വാട്ട് ആർ ദി ഡൂസ് ആൻഡ് ഡോൺസ്, ആൻഡ് ആഫ്റ്റർ എവറി മോക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാനുള്ളത്. ലൈക്ക് അനാലിസിസ് ആയിക്കോട്ടെ, ഫീഡ്ബാക്ക് കളക്ടിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ മോക്സിൻ്റെയും ആഫ്റ്റർ നമ്മൾ എങ്ങനെ നമ്മളെ ക്ലാറ്റ് എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന രീതികൾ അതിനനുസരിച്ച് മാറ്റണം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, വൈ മോക്സ് മാറ്റർ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ക്ലാറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് മോക്സ് എടുക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമുക്ക് ക്ലാറ്റ് എക്സാമിന് കൃത്യമായിട്ടുള്ളൊരു സിലബസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. കുറേ ജനറൽ കാര്യങ്ങളുണ്ട് ആൻഡ് ഇറ്റ്സ് എ റീഡിംഗ് ബേസ്ഡ് എക്സാം. സോ ബേസിക്കലി നമ്മുടെ സ്കില്ലാണ് അവിടെ മാറ്റർ ചെയ്യുന്നത്. നമുക്ക് ഈ പറഞ്ഞ ഒരു ടൈമിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെ ഒരു പാസേജ് വായിച്ച് അതിനെ കോംപ്രിഹെൻഡ് ചെയ്ത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അൺനോൺ ആയിട്ടുള്ള പാസേജ് വരുമ്പോൾ നമുക്കതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്ത് റൈറ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്, ആൻഡ് അതെങ്ങനെ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ക്ലാറ്റ് എക്സാമിന് മാറ്റർ ചെയ്യുന്നത്. സോ അത് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. സോ ആ സ്കില്ല് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരേ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പ്രാക്ടീസാണ്. ആ പ്രാക്ടീസിനാണ് നമുക്ക് മോക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് വരുന്നത്. കാരണം ഒരേ സമയം തന്നെ ടൈം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ് സ്കിൽ രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു സംഭവമാണ് ക്ലാറ്റ് എക്സാം എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ അതേ അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് അതേ ടൈം ബൗണ്ട്നെസ്സിൽ ലൈക്ക് മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്കിൽ ഗ്രാജുവലി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ദ ഫ്രീക്വൻസി, ഏത് ഫ്രീക്വൻസിയിലാണ് നിങ്ങൾ മോക്സ് എടുക്കുന്നത്, 3 days പെർ വീക്കാണോ അല്ലെങ്കിൽ 2 days പെർ വീക്കാണോ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഫക്റ്റീവായിട്ട് എങ്ങനെ നമുക്ക് ക്ലാറ്റ് എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. ആൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഡ്യൂറിങ് അറ്റംപ്റ്റിംഗ് എ മോക്ക് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, ക്ലാറ്റ് എക്സാം എന്ന് പറയുന്നത് യൂഷ്വലി 2 to 4 ആയിട്ടുള്ളൊരു എക്സാമാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം 2 to 4 എന്ന് പറയുന്നത് ലഞ്ച് കഴിഞ്ഞിട്ടുള്ള സമയമാണ്. നമ്മുടെ ബ്രെയിൻ റെസ്റ്റിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ്. സോ ആ ടൈമിലായതുകൊണ്ട് തന്നെ നമ്മൾ അതേ ടൈമിൽ മോക്സ് അറ്റംപ്റ്റ് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ അതുമായിട്ട് യൂസ്ഡ് ആവും. ഉച്ച കഴിയുന്ന സമയത്ത് യൂഷ്വലി നമ്മളൊരു മോക്ക് എടുക്കുമ്പം നമുക്ക് ഭയങ്കര ടയറിങ് ആയിട്ടൊക്കെ തോന്നും. അതേസമയം നമ്മൾ ആ ഒരു ടൈമിൽ മോക്ക് എടുത്ത് പ്രാക്ടീസ്ഡായി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ബെനഫിഷ്യലായിരിക്കും. സോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 2 hours തന്നെ മോക്ക് എടുക്കാൻ നോക്കുക ആൻഡ് ട്രൈ ടേക്കിംഗ് മോക്സ് ഫ്രം 2 to 4 ഇറ്റ്സെൽഫ്, സോ ദാറ്റ് നമുക്ക് ആ ഒരു ടൈമുമായിട്ട് നമ്മുടെ ബ്രെയിൻ യൂസ്ഡ് ആവും. ഇനി ഒരു മോക്ക് എടുക്കുന്ന ദിവസം എങ്ങനെ നമുക്ക് ആ ഒരു ഡേയിനെ ലൈക്ക് ക്ലാറ്റ് എക്സാമുമായിട്ട് സിമിലർ ആക്കിക്കൊണ്ട് അപ്രോച്ച് ചെയ്യാം എന്നുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം. ദാറ്റ് ഈസ്, മോക്ക് എടുക്കുന്ന ദിവസം ലൈക്ക് ഏർലി മോർണിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ടെസ്റ്റോ സെക്ഷണൽ ടെസ്റ്റോ എന്താണെന്നൊക്കെ വെച്ചാൽ ചെയ്യാം. പക്ഷേ ആഫ്റ്റർ ഒരു 11, ഐഡിയലി 2 to 4 ആണ് മോക്ക് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 11 റിവിഷൻ മാത്രം ചെയ്യുക, GK റിവിഷൻ മാത്രം ചെയ്യുക. ആൻഡ് ദെൻ ഒരു 1 to 1:30 അല്ലെങ്കിൽ 1 to 2, 1:30 to 2 ഒക്കെ റിലാക്സ് ചെയ്യുക, വേറൊന്നും ആലോചിക്കാതിരിക്കുക. വേണമെങ്കിൽ ലൈക്ക് എന്താ പറയുക, നിങ്ങളുടെ ഹോബീസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ആൻഡ് ദെൻ കറക്റ്റ് 2 ആകുമ്പോൾ മോക്ക് അറ്റംപ്റ്റ് ചെയ്ത് തുടങ്ങുക. 3:50 ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. 4 ആണ് ടൈം, ബട്ട് അഗെയിൻ ഒരു 1-10 minutes സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുക. സോ 3:50 ആകുമ്പോൾ നിർത്തുക, മോക്ക് എടുത്തു ആൻഡ് ദെൻ ചെക്ക് ചെയ്യുക. ആൻഡ് ഇഫ് നിങ്ങൾ ടയേർഡ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അനലൈസ് ചെയ്യേണ്ട, ഒരു 7 to 8 ഐഡിയലി അനലൈസ് ചെയ്യാൻ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അനലൈസ് ചെയ്യുക. സോ ഇതെങ്ങനെയാണ് ബെനഫിഷ്യൽ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ എനർജി വേണ്ടുന്നൊരു എക്സാമാണ് ക്ലാറ്റ് എന്ന് പറയുന്നത്. സോ ക്ലാറ്റ് മോക്ക് എടുക്കുന്നതിന് തൊട്ട് മുന്നേ
നമ്മൾ വീണ്ടും സ്ട്രെസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോൺസെൻട്രേഷൻ മോക്ക് എടുക്കുന്ന സമയത്ത് കുറവായിരിക്കും. അറ്റ് ദ സെയിം ടൈം റിലാക്സ് ചെയ്തുകൊണ്ടും അതിന് മുന്നേ റിവിഷൻ ചെയ്തുകൊണ്ടും ഇരുന്ന് കഴിഞ്ഞാൽ ബ്രെയിൻ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ആ കോൺസെൻട്രേഷൻ ഫുൾ ഈ പറഞ്ഞ് 2 to 4 സമയത്ത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് എഗെയിൻ അനാലിസിസിന് എന്തുകൊണ്ടൊരു ഗ്യാപ്പ് ഇടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മോക്ക് എടുക്കുന്ന ആ ഒരു പ്രഷറിൽ നിന്ന് മാറി അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല പേഴ്സ്പെക്റ്റീവിൽ ആലോചിക്കാനും ഈ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും കോൺസെൻട്രേഷൻ കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. സോ അനാലിസിസിനും മോക്കിനും ഇടയ്ക്ക് കുറച്ച് ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ്. ആ ടൈം എഗെയിൻ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ റിവിഷനൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സെക്ഷനൽ ചെയ്യാൻ ടയേർഡ് അല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഐഡിയലി ഒരു മോക്ക് എടുത്തതിന് ശേഷം അനാലിസിസിന് ഇടയ്ക്ക് ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സോ ദാറ്റ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യുന്ന സമയത്ത് വേറെ വേറെ പേഴ്സ്പെക്റ്റീവ്സ് കിട്ടാനും ലൈക്ക് എന്താണ് അവിടെ മിസ്റ്റേക്ക് പറ്റിയതെന്ന് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ആ ഒറ്റ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് മാറി ചിന്തിക്കാനും നമ്മുടെ ബ്രെയിനിനെ അത് ഹെൽപ്പ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 110 മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. കാരണം നമ്മളിപ്പം ഒരു ലൈക്ക് 120 മിനിറ്റ്സ് ആണെങ്കിലും ചിലപ്പോൾ നമ്മൾ 120 ഓക്കെ ഒരു പാസേജും കൂടെ ഉള്ളൂ, 5 മിനിറ്റ്സും കൂടി എടുത്ത് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ 4:10 വരെയോ 4:05 വരെയോ ഒക്കെ നിങ്ങൾ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സ്കോറും ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ ക്ലാറ്റ് എക്സാമിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 2 to 4 തന്നെയാണ് നമ്മുടെ സിഗ്നേച്ചർ വരുന്നത്, അല്ലെങ്കിൽ ഇൻവിജിലേറ്റേഴ്സ് എന്തെങ്കിലും കാര്യമൊക്കെ ചോദിക്കാൻ വരുന്നത് എല്ലാം നടക്കുന്നത്. സോ വാട്ട് എവർ ക്യാൻ ഹാപ്പൻ. സോ ആ ഒരു 10 മിനിറ്റ്സ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു പാനിക്ക് വരികയോ അല്ലെങ്കിൽ ഒന്ന് ബ്ലാങ്കായി പോവുകയോ ലൈക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ബഫർ 10 മിനിറ്റ്സ് ഇട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി സെക്ഷൻസിനെല്ലാം ആ രീതിയിൽ ടൈം അലോക്കേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ബെനിഫിഷ്യൽ ആയിരിക്കും. സോ ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഐഡിയൽ 110 മിനിറ്റ്സ് കീപ്പ് ചെയ്ത് തന്നെ മോക്ക് ടെസ്റ്റ്സ് എടുക്കാൻ നോക്കുക. ആൻഡ് ദെൻ ഓരോ സെക്ഷൻസിനും ഈ 110 ആസ് എ ഹോൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഓരോ സെക്ഷൻസിനും ടൈം അലോക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു ലെസ് ദാൻ 10 മിനിറ്റ്സ് ഫോർ GK ആണ് ആൻഡ് 15 to 18 മിനിറ്റ്സ് ഫോർ ക്വാണ്ട് ആണ്. അതിൽ കൂടുതലൊന്നും ക്വാണ്ടിനും ആരും സ്പെൻഡ് ചെയ്യാറില്ല. ആൻഡ് ഇംഗ്ലീഷ് ലീഗൽ ലോജിക്കലാണ് നിങ്ങൾക്ക് ഐഡിയലായിട്ട് മീൻസ് എങ്ങനെയാണ് ബെനിഫിഷ്യൽ ആവുന്നത് എന്നുള്ള രീതിയിൽ ടൈം അലോക്കേഷൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ അവിടെ ഓരോരുത്തരുടെയും ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ചിലർക്കാണെങ്കിൽ ലീഗൽ വായിക്കാൻ പെട്ടെന്ന് പറ്റും ആൻഡ് ദെൻ ലോജിക്കലിന് കുറച്ച് സമയം വേണമായിരിക്കും. ചിലർക്ക് ഇംഗ്ലീഷ് പെട്ടെന്ന് പറ്റും ആൻഡ് ലീഗലിന് ചിലപ്പോൾ കുറച്ചും കൂടി സമയം വേണമായിരിക്കും. സോ അത് ബാക്കിയുള്ള ഈ ടൈമിൽ ഡിവൈഡ് ചെയ്ത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം. സോ ഇങ്ങനെയാണ് നമ്മൾ മോക്ക് എടുക്കാനുള്ളത്, ടൈം മാനേജ്മെൻറ്റ് ആൻഡ് ദെൻ എങ്ങനെ മോക്കിന് മുന്നേയും മോക്കിന് ശേഷമുള്ള സമയത്തിനെ ഓർഗനൈസ് ചെയ്യണം സോ ദാറ്റ് മോക്കിന് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും. സോ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്, ഹൗ മെനി ടു ടേക്ക്. സോ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്, എത്ര മോക്സ് എടുക്കണം, ഡെയിലി 2-3 മോക്കൊക്കെ എടുക്കാൻ പറ്റുമോ, ലൈക്ക് വീക്ക്ലി 4 മോക്ക് എടുക്കണോ 3 മോക്ക് എടുക്കണോ, എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷനാണ്. സോ ഇപ്പം നിങ്ങൾ സ്റ്റാർട്ടിങ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ആ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ടെസ്റ്റ് കൊണ്ടുപോവുക, GK മെയിൻറ്റെയിൻ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ മോക്സിനെ പിന്നീടത്തേക്ക് വെക്കരുത്, മോക്സും ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് 3 മോക്സ് പെർ വീക്ക്. അപ്പോൾ 3 മോക്ക് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് 3 ഡേ 3 മോക്ക് എടുക്കാൻ നിൽക്കരുത്, ഓൾട്ടർനേറ്റ് ഡേയ്സിലേക്ക് വെക്കുക. ആൻഡ് ഈ പറഞ്ഞതുപോലെ തന്നെ മോക്ക് എടുക്കുന്ന ദിവസം ഈ രീതിയിൽ നിങ്ങൾ ബെനിഫിഷ്യൽ ആക്കുക. ലൈക്ക് വെറുതെ ഇരിക്കുകയും ചെയ്യരുത്, അറ്റ് ദ സെയിം ടൈം സ്ട്രെസ്ഡ് ആവുകയും ചെയ്യരുത്. റിവിഷന് ഈ പറഞ്ഞ 3 ഡേയ്സ് തന്നെ യൂട്ടിലൈസ് ചെയ്യുക സോ ദാറ്റ് ഈ പറഞ്ഞ മോക്സും റിവിഷനും ഒരേ ദിവസം മെയിൻറ്റെയിൻ ആയി പോകും. ആൻഡ് ബാക്കിയുള്ള വീക്കിലെ 4 ദിവസം നിങ്ങൾക്ക് ബാക്കി പ്രാക്ടീസ് ടെസ്റ്റിനും പ്രിപ്പറേഷനും ആൻഡ് ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ് 12th ലൈക്ക് ബോർഡ്സിന് പ്രിപ്പയർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, സോ അറ്റ്ലീസ്റ്റ് 3 മോക്കെങ്കിലും ഒരു വീക്കിൽ ഇനീഷ്യലി എടുക്കാൻ നോക്കുക. ആൻഡ് ദെൻ ഗ്രാജുവലി ഒരു നവംബർ 2nd വീക്ക് വരെ, ദാറ്റ് മീൻസ് ഒക്ടോബർ ടു നവംബർ 2nd വീക്ക് വരെ 4 to 5 മോക്സ് ആക്കുക. ഓക്കെ, 4 to 5 മോക്സ് ആക്കുമ്പോഴും ചെയ്യാനുള്ളത് ലൈക്ക് 4 to 5 വീക്സ് ആക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ മോക്ക് 2 to 4 ആയിരിക്കും എടുക്കുന്നത്. ആൻഡ് ദെൻ വാട്ട് യു ക്യാൻ ഡു ഇൻ ദ മോർണിംഗ് ടൈം ഇസ് ദാറ്റ് GK റിവൈസ് ചെയ്യുക. സോ അങ്ങനെ 4 to 5 മോക്സ് പെർ വീക്ക് നവംബർ 2nd വീക്ക് വരെ എടുക്കുക. ആൻഡ് ആഫ്റ്റർ നവംബർ 2nd വീക്ക് ഒരിക്കലും ഡെയിലി മോക്ക് എടുക്കാൻ നിൽക്കരുത്. വാട്ട് യു ക്യാൻ ഡു ഇസ് മോക്സിൻ്റെ എണ്ണം വീണ്ടും ഗ്രാജുവലി കുറയ്ക്കുക, പക്ഷേ ചെയ്യാതെയും ഇരിക്കരുത്. ഒരു എഗെയിൻ 3 മോക്സ് പെർ വീക്ക് ആകുക, കാരണം നമ്മൾ സ്ട്രെസ്ഡ് ആവും അല്ലാന്നുണ്ടെങ്കിൽ. സോ നവംബർ 3rd വീക്ക് തൊട്ട് വീണ്ടും 3 മോക്സ് ആക്കുക. പക്ഷേ ഈ പറഞ്ഞ ഒക്ടോബർ ഒരു 1st വീക്ക് ടു നവംബർ 2nd വീക്ക് എന്ന് പറയുന്നത് ക്രൂഷ്യലാണ്. സോ ആ സമയത്ത് 4 to 5 മോക്സ് എങ്കിലും എടുത്ത് ആ ഒരു സ്കോർ നിങ്ങൾക്ക് ഒരു ലൈക്ക് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്കോറിലേക്ക്, സ്കോർ എന്ന് പറയുമ്പോൾ
ലൈക്ക് എല്ലാ സമയത്തും സ്കോറല്ല മാറ്റർ ആവുന്നത്, നിങ്ങളുടെ പേഴ്സൻറ്റൈലും റാങ്കുമാണ്. സോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് എപ്പോഴും ഒരു എബവ് ആവറേജ്, ദാറ്റ് മീൻസ് നിങ്ങളുടെ മെൻറ്റർ പറയുന്നു ഓക്കെ ദിസ് ഇസ് ആൻ ഐഡിയൽ സ്കോർ എന്ന് പറയുന്ന ആ ഒരു സ്കോർ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കാനുള്ളത്. സോ നവംബർ 2nd വീക്ക് വരെ 4 to 5 മോക്സ് വീക്ക്ലി എടുക്കാൻ നോക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് 3 മോക്സ് എഗെയിൻ ബാക്ക് വരാം. പക്ഷേ എഗെയിൻ സ്ട്രെസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 3 മോക്സ് എന്ന് പറയുന്നത്. അപ്പോഴും നമുക്ക് ഫ്ലെക്സിബിളായിട്ട് പ്രാക്ടീസ് ടെസ്റ്റും അതുപോലെ തന്നെ GK റിവിഷനും ചെയ്യാൻ പറ്റും. സോ നവംബർ 2nd വീക്കിന് ശേഷം ഈ പറഞ്ഞതുപോലെ തന്നെ GK പുതിയതായിട്ട് കളക്ട് ചെയ്യാൻ നോക്കുന്നതിനെക്കാട്ടിലും മുന്നേ പഠിച്ച GK, ദാറ്റ് മീൻസ് മുന്നേ കളക്ട് ചെയ്ത നോട്ട്സ് റിവൈസ് ചെയ്ത് അത് തറോ ആക്കാനാണ് ചെയ്യാനുള്ളത്. നൗ give importance to sectionals, at least 3-4 sectional test per day. സോ ഞാനീ പറഞ്ഞതുപോലെ തന്നെ മൂക്ക് എന്ന് പറയുന്നത് ഒരു 2 hour പ്രോസസ്സാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അനാലിസിസും വരും. അറ്റ് ദ സെയിം ടൈം സെക്ഷണൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ ഒരു ബ്രേക്ക് ഒരു ഹാഫ് ആൻ അവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ലീഗലിൻ്റെയോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെയോ ലോജിക്കലിൻ്റെയോ ഒരു സെക്ഷണൽ ചെയ്യാനായിട്ട് അതെടുക്കുക. സെക്ഷണൽ ചെയ്യാൻ ടൈം കിട്ടുന്നില്ല, ഒരു 10 മിനിറ്റേ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു പാസേജും അതിൻ്റെ ക്വസ്റ്റ്യനും ചെയ്യാം. ലൈക്ക് അപ്പോൾ നിങ്ങൾക്ക് ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു പാസേജിന് 4 മിനിറ്റ്സോ 3 മിനിറ്റ്സോ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. സോ അങ്ങനെ ഈ പറഞ്ഞ ടൈമിനെ മാക്സിമം ബെനഫിഷ്യൽ ആക്കിക്കൊണ്ട് സെക്ഷണൽ ടെസ്റ്റ്സും അല്ലെങ്കിൽ പാസേജ് ടെസ്റ്റ് ആയിക്കോട്ടെ ചെയ്ത് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ റീഡിങ് സ്പീഡ് ആൻഡ് കോംപ്രിഹെൻഷൻ ഓക്കെ ആക്കുക. സോ ഈ ഒരു സ്കില്ല് ഈ സമയത്ത് ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്ലാറ്റ് എക്സാമിനെ റൈറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ പറഞ്ഞതുപോലെ തന്നെ 3-4 സെക്ഷണൽസ് പെർ ഡേ എങ്കിലും ചെയ്യാനായിട്ട് നോക്കുക. അത് ഒരേ സബ്ജക്റ്റിന് തന്നെ ഒരിക്കലും ചെയ്യരുത്, കാരണം നിങ്ങൾ ഭയങ്കര ടയേർഡായി പോകും. ഒന്ന് ലീഗൽ, ഒന്ന് ഇംഗ്ലീഷ്, ഒന്ന് ലോജിക്കൽ, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു സ്കെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യുക ആൻഡ് ആ സ്കെഡ്യൂൾ ഫോളോ ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾ ടയേർഡ് ആവില്ല, എന്നാൽ നിങ്ങൾക്ക് എല്ലാ സെക്ഷൻസിനെയും ഒരേപോലെ അപ്രോച്ച് ചെയ്യാനും പറ്റും. സോ ക്വാണ്ടിന് ഐഡിയലി ഒരു സെക്ഷണൽ ടെസ്റ്റ് എങ്കിലും പെർ ഡേ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആൻഡ് ലീഗൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്കോഴ്സൊക്കെ നന്നായിട്ട് ഉണ്ട്, ലൈക്ക് ഒരു 28 ഒക്കെ ഓൺ ആൻ ആവറേജ് കിട്ടുന്നുണ്ട്, 28-27 ആവറേജ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലീഗൽ ഈ പറഞ്ഞ വീക്ക്ലി 2 എണ്ണമൊക്കെ ചെയ്താൽ മതി. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് പ്രശ്നം വരുന്നത് ലോജിക്കൽ റീസണിങ്ങും ഇംഗ്ലീഷും ഒക്കെ ആയിരിക്കും, എസ്പെഷ്യലി ലോജിക്കൽ റീസണിങ് ആയിരിക്കും. അപ്പോൾ ലോജിക്കൽ റീസണിങ്ങിന് കൂടുതൽ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക, പല ജോണറിലുള്ള പാസേജ് അപ്രോച്ച് ചെയ്യാനായിട്ട് നോക്കുക. സോ അങ്ങനെയാണ് നമ്മൾ സെക്ഷണൽ ടെസ്റ്റ്സ് ചെയ്ത് ബെനഫിഷ്യൽ ആക്കാനുള്ളത്. നൗ മോക്ക് എന്ന് പറയുന്നത് ഒരിക്കലും 2 hourൽ മോക്ക് എടുക്കുന്നത് മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ പറഞ്ഞ 120 ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് റൈറ്റ് ആവുന്ന ഒരു പക്ഷേ 80 85 ആയിരിക്കും. ആൻഡ് ആ റൈറ്റ് ആയതിലും നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ കാണും. നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഗെസ് ചെയ്തു അല്ലെങ്കിൽ എലിമിനേഷൻ അപ്ലൈ ചെയ്തു റൈറ്റ് ആക്കിയതായിരിക്കും. സോ വൈ ദിസ് ക്വസ്റ്റ്യൻ ബിക്കെയിം റൈറ്റ് ആൻഡ് വൈ ദ ഓപ്ഷൻ ബിക്കെയിം റൈറ്റ് ആൻഡ് വൈ ദ ഓപ്ഷൻ ബിക്കെയിം റോങ്, ദാറ്റ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് അവിടെ നിന്നാണ് നമ്മൾ മോക്സിൽ നിന്ന് ലേൺ ചെയ്യുന്നത്. ആ ഓതറിൻ്റെ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ ഫ്രെയിമിംഗ് ആൻസറിലോട്ട് എത്തിയത്, ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത് ഈ 2 hourന് ശേഷം നമ്മൾ അനലൈസ് ചെയ്യുന്ന ടൈമാണ്. സോ മോക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുന്നത് മോക്ക് അനാലിസിസിന് ശേഷമാണ്. ആൻഡ് നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അനലൈസ് ചെയ്യാനും ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അനലൈസ് ചെയ്യാൻ ഐഡിയലി ഒരു 1.5 hours ഒക്കെ എടുക്കാം, പ്രശ്നമൊന്നുമില്ല. അനാലിസിസ് ഏറ്റവും എളുപ്പമാവുന്ന 2 സെക്ഷൻസ് എന്ന് പറയുന്നത് GK ആൻഡ് ക്വാണ്ട് ആണ്, കാരണം അതിന് ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസറേ ഉണ്ടാവുള്ളൂ. ആൻഡ് ബാക്കിയുള്ള സെക്ഷൻസ് ദാറ്റ് ഇസ് ഇംഗ്ലീഷ്, ലോജിക്കൽ ആൻഡ് ലീഗലിന് ഈ പറഞ്ഞതുപോലെ തന്നെ മിക്ക സിറ്റുവേഷൻസിലും ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ഈസി ആയിരിക്കും, അനലൈസ് ചെയ്യുമ്പോൾ വലിയ കൺഫ്യൂഷനൊന്നും വരില്ല. എന്നാലും വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, കാരണം ഓപ്ഷൻസ് വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് തോന്നും. സോ എങ്ങനെയാണ് ആ ഓപ്ഷൻസ് ഡിഫർ ആവുന്നതെന്ന് ആദ്യം സ്വന്തമായിട്ട് നോക്കുക. എന്നിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മെൻറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്ത് എന്തുകൊണ്ട് ആൻസർ ആയി, എന്തുകൊണ്ട് ദി അതർ ഓപ്ഷൻ ആൻസർ ആയില്ല എന്ന് മനസ്സിലാക്കാം. ദെൻ ലോജിക്കൽ റീസണിങ്ങിനും ഇംഗ്ലീഷിനും അനലൈസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് റീഡു ചെയ്യുക. ഇഫ് നിങ്ങൾക്ക് ഇംഗ്ലീഷും ലോജിക്കൽ റീസണിങ്ങും ആണ് പാടുന്നുണ്ടെങ്കിൽ, ആൻഡ് അല്ലെങ്കിൽ ഇപ്പം ലീഗലാണ് പാടുന്നുണ്ടെങ്കിൽ ലീഗൽ ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റാണോ പാട് അത് നിങ്ങൾ റീഡു ചെയ്യുക. ടൈം വെക്കുക, റീഡു ചെയ്യുന്ന സമയത്ത് ലൈക്ക് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ നേരത്തെ മോക്കിൻ്റെ സമയത്ത് ചെയ്ത അതേ രീതിയിലാണോ അതോ വേറെ രീതിയിലാണോ നിങ്ങൾക്കത് തോട്ട് പ്രോസസ്സ് വരുന്നത്, ആ സമയത്ത് അപ്ലൈ ചെയ്ത അതേ പേഴ്സ്പെക്റ്റീവ് തന്നെയാണോ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒന്നെങ്കിൽ റീഡു ചെയ്യുക, അല്ലെങ്കിൽ റീഡു ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡെന്ന് പറയുന്നത് ടൈം വെക്കാതെ റീഡു ചെയ്യുക. സോ ടൈം വെക്കാതെ റീഡു ചെയ്യുമ്പോൾ ഇത് ലൈക്ക് ടിൽ നവംബർ വരെ ഒന്നും കൊണ്ടുപോകരുത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇനീഷ്യലി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ടൈം വെക്കാതെ റീഡു ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടൈമിൻ്റെ സ്ട്രെസ് ഉണ്ടാവില്ല. സോ ടൈമിൻ്റെ സ്ട്രെസ് ഇല്ലാതെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പ്രശ്നം വെദർ ടൈം
ലിമിറ്റ് വരുന്നതാണോ അതോ നിങ്ങൾക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണോ. സോ അങ്ങനെ ടൈം വെക്കാതെ റീഡു ചെയ്തിട്ട് കറക്റ്റ് ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്നും കൂടെ നോക്കുക. ആൻഡ് ദെൻ നിങ്ങൾ മോക്കിനെടുത്ത ആൻസറും റീഡു ചെയ്തപ്പോൾ എടുത്ത ആൻസറും തമ്മിൽ കമ്പയർ ചെയ്യുക. ആൻഡ് ഇതിനകത്ത് രണ്ടിനകത്ത് ഏതെങ്കിലും ഒന്നാണോ നിങ്ങളുടെ ആൻസർ, രണ്ടും സെയിം ആയിരുന്നോ അതോ അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ഡിഫറെൻ്റ് ആയി, ആൻസർ കീയുമായിട്ടുള്ള ഡിഫറൻസ് എന്നാണ്, അതൊക്കെ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുക. ഐ നോ ദിസ് ഈസ് എ വെരി ലോങ് പ്രോസസ്സ്, പക്ഷേ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ മോക്ക് എടുക്കുന്നതിന് ഫുൾ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. സോ അനാലിസിസ് എന്ന് പറയുന്നത് ഇത്രയും പ്രോസസ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ദെൻ another thing that you have to do is find your strength and weakness. എല്ലാവർക്കും ഒരു സെക്ഷൻ ഈസി ആയിരിക്കും, വേറൊരു സെക്ഷൻ പാടായിരിക്കും. ആൻഡ് അത് ഓരോരുത്തർക്കും ഡിഫറെൻറ്റും ആയിരിക്കും. മോസ്റ്റ്ലി വരുന്നത് ഇഫ് യു ആർ നോട്ട് ഫ്രം ലൈക്ക് ദിസ് മാത്സ് ബാക്ക്ഗ്രൗണ്ട്, ക്വാണ്ട് പാടായിരിക്കും. പക്ഷേ ക്വാണ്ട് പാടാവുന്നത് ഒന്നാമത്തെ നമ്മുടെ ആ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെയും കൂടെ പുറത്താണ്. കാരണം ക്വാണ്ട് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള 10th വരെയുള്ള സബ്ജക്ട്സ് മാത്രമുള്ള ഒരു പേപ്പറാണ് നമ്മുടെ QT എന്ന് പറയുന്നത്. സോ QT അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് കയറുന്നത് വരെയുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. സോ അവിടെയാണ് എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ സെക്ഷണൽ ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ആൻഡ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് വരുന്നത് എപ്പോഴും ഈ പറഞ്ഞ റീഡിങ് പാർട്സിലായിരിക്കും. ഫോർ എക്സാമ്പിൾ ചിലർക്ക് ലീഗൽ റീസണിങ് നല്ല ഈസി ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്കും ലീഗൽ റീസണിങ് നല്ല ഈസിയും ലോജിക്കൽ റീസണിങ് പാടുമായിട്ടാണ് കണ്ടിട്ടുള്ളത്. സോ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഏരിയ ഏതാണോ അതിന് കുറച്ച് ടൈം കുറച്ചുകൊണ്ട്, മീൻസ് നമ്മളത് ചെയ്യുന്ന സെക്ഷണൽ ടെസ്റ്റിൻ്റെ എണ്ണം കുറച്ചുകൊണ്ട്, മീൻസ് കംപ്ലീറ്റ്ലി ഇല്ലാതാക്കുകയല്ല, കുറച്ച് നമ്പർ. ഇപ്പോൾ നിങ്ങൾ വീക്ക്ലി ഒരു 4 സെക്ഷണൽ ടെസ്റ്റാണ് ലീഗലിന് ചെയ്യുന്നത് ആൻഡ് നിങ്ങളുടെ ലീഗൽ സ്ട്രെങ്ത് ഏരിയ ആണെന്നുണ്ടെങ്കിൽ ആ 4 എന്നുള്ളത് 2 ആക്കിക്കൊണ്ട് പകരം ലോജിക്കൽ റീസണിങ്ങിന് ഇട്ടിരുന്ന 4 6 ആക്കുക. ഇതൊരു ഐഡിയൽ നമ്പർ അല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. സോ അങ്ങനെ ബാലൻസ് ചെയ്ത് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്ത് മുന്നോട്ട് പോവുക. സോ എങ്ങനെയാണ് നിങ്ങൾക്ക് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു മോക്ക് എടുക്കും, നിങ്ങൾക്കൊരു സ്കോർ കാണും. സോ ഐ എം സെയിങ് ദറ്റ് ദ സ്കോർ 72. സോ 72 എന്ന് പറയുന്നത് ഓവറോൾ സ്കോറാണ്. അതിനകത്ത് ഓരോ സെക്ഷൻസിനുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട്. സോ ഓരോ സെക്ഷൻ വൈസായിട്ട് കിട്ടിയ മീൻസ് സ്കോർ എഴുതുമ്പോൾ നമ്പർ ഓഫ് റൈറ്റ് ആൻസേഴ്സ്, നമ്പർ ഓഫ് റോങ് ആൻസേഴ്സ് ആൻഡ് യുവർ ഫൈനൽ സ്കോർ അങ്ങനെ എഴുതുക. സോ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത മീൻസ് നിങ്ങൾ കിട്ടിയ മാർക്ക് കളഞ്ഞോ അതോ നിങ്ങൾ ഗസ് ചെയ്ത ഭാഗം റൈറ്റ് ആയോ, ആൻഡ് വിച്ച് ഇസ് യുവർ സ്ട്രെങ്ത് ഏരിയ, വിച്ച് ഇസ് യുവർ വീക്ക് ഏരിയ, നിങ്ങൾ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കൂട്ടുന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് നെഗറ്റീവ് കൂടുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. ആൻഡ് അത് ഏത് സെക്ഷനിലാണ് നിങ്ങൾ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കൂട്ടിയത് കൊണ്ട് മാത്രം മിസ്റ്റേക്ക് കൂടി നെഗറ്റീവ് സ്കോഴ്സ് വന്ന് നിങ്ങളുടെ ഓവറോൾ മാർക്ക് കുറഞ്ഞത് എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ എഗെയിൻ ഇതും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ മോക്ക് ടെസ്റ്റിനെ അപ്രോച്ച് ചെയ്യാനുള്ളത്. നൗ കമ്മിങ് ടു നെഗറ്റീവ് മാർക്കിംഗ്. എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷനാണ് ലൈക്ക് എത്ര നെഗറ്റീവ്സ് വരെ വരാം, അല്ലെങ്കിൽ ഓപ്ഷൻ ഭയങ്കര കൺഫ്യൂസിങ് ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും, നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും, ലൈക്ക് സ്കിപ്പ് ചെയ്യണ്ടേ, ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസ്. സോ 120 ക്വസ്റ്റ്യൻസിന് ക്വസ്റ്റ്യൻ മേക്കർ ഒരിക്കലും ഉദ്ദേശിക്കുന്നത് 120 ക്വസ്റ്റ്യൻസും ഒരാൾ അറ്റംപ്റ്റ് ചെയ്യണം എന്നല്ല. ചില ക്വസ്റ്റ്യൻസ് ആർ മെൻറ്റ് ടു ബി നോട്ട് അറ്റംപ്റ്റഡ്. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്. സോ അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾ കുറേ മോക്സ് എടുത്ത് കുറേ ക്വസ്റ്റ്യൻ പാറ്റേൺസ് കണ്ട് ഓക്കെ ഈ ക്വസ്റ്റ്യൻ ആൻഡ് ഈ ഓപ്ഷൻസ് ആർ നോട്ട് മെൻറ്റ് ടു ബി അറ്റംപ്റ്റഡ്, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നിടത്താണ് കാര്യം. സോ എഗെയിൻ അത് പറ്റുന്നത് മോക്സ് പ്രാക്ടീസ് ചെയ്ത വഴിക്കാണ്. ഓക്കെ, സോ ഓപ്ഷൻസ് ഭയങ്കരമായിട്ട് കൺഫ്യൂസിങ് ആണെന്നുണ്ടെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുന്നതും സ്ട്രാറ്റജിയാണ്. ഓക്കെ, ആൻഡ് ഇഫ് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രക്കാണ് 2 ഓപ്ഷൻസിൽ, എഗെയിൻ അവിടെ നിങ്ങൾ നോക്കുക ഫസ്റ്റ് ഓപ്ഷൻ എങ്ങനെയാണ് സെക്കൻഡ് ഓപ്ഷനുമായിട്ട് ഡിഫർ ആവുന്നത്, ആൻഡ് ദെൻ അതെങ്ങനെയാണ് ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, 2 ഓപ്ഷൻസിനും ക്വസ്റ്റ്യനുമായിട്ടുള്ള കണക്ഷൻ എന്താണ്, ഡിഫറൻസ് എന്താണ്, അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ആ 2 ഓപ്ഷൻസിൽ സ്ട്രക്ക് ആവുന്ന സമയത്ത് ഏതാണ് റൈറ്റ് ആൻസർ എന്ന് നോക്കുന്നത്. എഗെയിൻ ചില ക്വസ്റ്റ്യൻസിൽ ആ പറഞ്ഞ 2 ഓപ്ഷൻസ് ഭയങ്കരമായിട്ട് സിമിലർ ആയിരിക്കും, നമുക്കതൊന്ന് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് ആൻസർ എടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം 50-50 ചാൻസ് എടുക്കുന്നതിനേക്കാൾ സ്കിപ്പ് ചെയ്യുന്നത് 50-50 ചാൻസ് എടുക്കാൻ പറ്റുന്ന എപ്പോഴാണ് ഓവറോൾ പാസേജ് മീൻസ് ഓവറോൾ എക്സാം ഭയങ്കര ഹാർഡാണ് ആൻഡ് ഈ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് 100% ഷുവറാണ് A or B ഈസ് ദി ആൻസർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ചാൻസ് എടുക്കാം, അല്ലാതെ വെറുതെ നെഗറ്റീവ് എടുക്കുന്നത് ബുദ്ധിയല്ല. ഓക്കെ, നൗ കമ്മിങ് ടു ദ തേർഡ് പോയിന്റ് വിച്ച് ഇസ് പാസേജ് ടു ഡിഫിക്കൾട്ട് ടു കോംപ്രിഹെൻഡ്. പാസേജ്
ഭയങ്കര ഡിഫിക്കൾട്ടാണ് കോംപ്രിഹെൻഡ് ചെയ്യാൻ. ഇപ്പം ഞാൻ പറയുകയാണ് ലോജിക്കൽ റീസണിങ്ങിന് 5 പാസേജ് ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് ഫസ്റ്റ് പാസേജ് ഭയങ്കര ഡിഫിക്കൾട്ടാണ്. സോ പാസേജ് വായിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു 2-3 മിനിറ്റ്സ് പാസേജ് വായിക്കാൻ സ്പെൻഡ് ചെയ്ത് ഒന്നും നടക്കുന്നില്ല. സോ നിങ്ങൾ അതുമായിട്ട് സ്റ്റക്കായിട്ട് അവിടെ ഇരിക്കരുത്. ബാക്കി ലോജിക്കൽ റീസണിങ്ങിൻ്റെ 4 പാസേജ് ഉണ്ടെങ്കിൽ 4 പാസേജ് ചെയ്യുക. ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര ടൈം ബാക്കിയുണ്ടെന്ന് നോക്കുക. സോ നിങ്ങൾക്ക് ഞാൻ പറയുകയാണ് ലോജിക്കൽ റീസണിങ്ങിന് നിങ്ങൾ 20 മിനിറ്റ്സ് ആണ് സ്പെൻഡ് ചെയ്യുന്നത്. ഈ 3 പാസേജും നിങ്ങൾ 15 മിനിറ്റ്സിൽ ചെയ്ത് കഴിഞ്ഞു. സോ ദി ഹാർഡ് പാസേജിന് നിങ്ങൾക്ക് 5 മിനിറ്റ്സ് ബാക്കിയുണ്ട്. ആ 5 മിനിറ്റ്സ് വീണ്ടും ഈ ഹാർഡ് പാസേജിൽ സ്പെൻഡ് ചെയ്യുക. എന്നിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ആൻഡ് അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ പറ്റുന്ന ക്വസ്റ്റ്യൻ മാത്രം സോൾവ് ചെയ്യുക. ആൻഡ് എഗെയിൻ പാസേജ് കോംപ്രിഹെൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വേറൊരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, പാസേജ് ഒട്ടും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ കം ടു ദ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും വാട്ട് ഇസ് ദ പാസേജ് അബൌട്ട്. ലൈക്ക് കുറേ കീവേഡ്സ് കിട്ടും, എന്തിനെക്കുറിച്ചാണെന്ന് കിട്ടും, വാട്ട് ആർ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണെന്ന് കിട്ടും. അത് പാസേജിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് വീണ്ടും നോക്കുക. ഈ പറഞ്ഞ 5 മിനിറ്റ്സ് മീൻസ് ആ ഒരു ടൈമിനകത്ത്. എന്നിട്ട് കിട്ടുന്ന ആൻസേഴ്സ് മാത്രം അറ്റംപ്റ്റ് ചെയ്യുക, കിട്ടാത്ത ആൻസേഴ്സ് ലീവ് ചെയ്യുക. അതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നൗ അവോയ്ഡ് അറ്റംപ്റ്റിംഗ് ടു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്ന എന്താണെന്ന് എത്ര വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ട്രൈ ഫൈൻഡിങ് ഔട്ട് വൈ വൺ വാസ് ദി ആൻസർ ആൻഡ് അതർ വാസ് നോട്ട് ഇൻ മോക്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോക്ക് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അതിനകത്ത് 1 പെർട്ടിക്കുലർ ഓപ്ഷൻ ആൻസർ ആയത് ആൻഡ് വൈ ദി അതർ 3 ആർ നോട്ട് ദി ആൻസേഴ്സ്. ആ റീസണിങ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് യുവർ മേജർ സ്റ്റെപ്പ്. സോ അത് കണ്ടുപിടിക്കാനായിട്ട് ഈ പറഞ്ഞ അനാലിസിസ് ടൈം യൂസ് ചെയ്യാം. നൗ ട്രൈ എലിമിനേഷൻ മെത്തേഡ് വിച്ച് ഇസ് ബെയിൻ. സോ നിങ്ങൾക്ക് അറിയായിരിക്കും ബെയിൻ എന്ന് പറഞ്ഞിട്ടൊരു എലിമിനേഷൻ മെത്തേഡ് ഉണ്ട്. സോ ലൈക്ക് മോസ്റ്റ് ഓഫ് ദി പാസേജസിൽ കാണാൻ പറ്റുന്നൊരു ട്രെൻഡ് എന്ന് പറയുന്നത് 4 ഓപ്ഷൻ കാണും. നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പെർട്ടിക്കുലർ ആൻസറിലോട്ട് എത്താൻ പറ്റുന്നുണ്ടായിരിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ചില സ്ട്രാറ്റജി അവിടെ അപ്ലൈ ചെയ്യാം വിച്ച് ഇസ് എലിമിനേഷൻ മെത്തേഡ്. സോ ബെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഓപ്ഷൻസിൽ ഓരോ ഓപ്ഷൻ ഭയങ്കര ബ്രോഡായിരിക്കും. അതായത് ആ ഓപ്ഷൻ ഭയങ്കര ജനറലൈസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. പാസേജ് ടു സ്പെസിഫിക് ആയിട്ടൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പം ഓപ്ഷൻ ഭയങ്കര ബ്രോഡായിട്ട് ദ എൻറ്റയർ സൊസൈറ്റി അല്ലെങ്കിൽ എൻറ്റയർ വേൾഡിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും വിച്ച് ഇസ് എ ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ്. സോ അങ്ങനെയുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അപ്പോഴേ എലിമിനേറ്റ് ചെയ്യാം. സെക്കൻഡ് വൺ ഇസ് ഏലിയൻ. ഏലിയൻ എന്ന് പറഞ്ഞാൽ നെയിം പറയുന്നത് പോലെ തന്നെ പാസേജുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയുള്ള ഓപ്ഷനെ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം ലൈക്ക് പാസേജുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഇത് ആൻസർ ആവില്ല. തേർഡ് ഇസ് എൻ വിച്ച് ഇസ് നാരോ. എഗെയിൻ പാസേജ് ഡിമാൻഡ് ചെയ്യുന്നത് ഒരു വൈഡർ സ്കോപ്പും ഓപ്ഷൻ അതിനെ ഭയങ്കര നാരോ ഡൗൺ ചെയ്ത് ഒരു സ്പെസിഫിക് ഒരു പോയിന്റിലോട്ട് മാത്രം കൊണ്ടുവരികയെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് അഗെയിൻ എ റോങ് ഓപ്ഷൻ. സോ അതും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഇ വിച്ച് ഇസ് എറേഴ്സ്. ഓക്കെ, സോ ലൈക്ക് ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാസേജിൽ പറയുന്ന ഒരു സംതിങ്ങുമായിട്ട് കംപ്ലീറ്റ്ലി കോൺട്രഡിക്ടറി ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഡേറ്റ എററായിട്ട് വരുന്ന ഒക്കെ സിറ്റുവേഷൻസ് വരാറുണ്ട്. സോ അത് എഗെയിൻ വിച്ച് ഇസ് ഇറ്റ് വിൽ ബി എറർ. സോ അത് എന്തായിരിക്കില്ല, ആൻസർ ആയിരിക്കില്ല. സോ ഇങ്ങനെയാണ് നമുക്ക് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ക്വസ്റ്റ്യൻ്റെ സ്പെസിഫിക് ആൻസർ കിട്ടിയില്ലെങ്കിലും ഓപ്ഷൻസിൽ നിന്ന് ഇങ്ങനെ എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ മിക്ക സിറ്റുവേഷനിലും ബ്രോഡ് ആൻഡ് നാരോ കാണാൻ പറ്റും. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഏലിയൻ കാണാൻ പറ്റും. ആൻഡ് ചില സ്ഥലങ്ങളിൽ എസ്പെഷ്യലി ലോജിക്കൽ റീസണിങ് പാസേജിലൊക്കെ ഡേറ്റയൊക്കെ വരുന്ന പാസേജ് എന്നുണ്ടെങ്കിൽ എറർ ക്വസ്റ്റ്യൻസും കാണാൻ പറ്റും. ഓക്കെ, സോ അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഓർഡർ ഓഫ് അറ്റംപ്റ്റ്സ്. എല്ലാവർക്കും എഗെയിൻ ഉള്ള മറ്റൊരു കൺഫ്യൂഷനാണ് ഏത് ഓർഡറിൽ നമ്മൾ എക്സാം അറ്റംപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ സെക്ഷൻസ് അറ്റംപ്റ്റ് ചെയ്യണം. കാരണം ഈ പറഞ്ഞ പോലെ 5 സെക്ഷൻസ് ഉണ്ട്. നമുക്ക് ടോട്ടൽ ഒരു 120 മിനിറ്റ്സ് ആണ് തന്നേക്കുന്നത്. നമ്മുടെ അടുത്ത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല ഒരു സെക്ഷൻ ആദ്യം അറ്റംപ്റ്റ് ചെയ്യണം, മറ്റേ സെക്ഷൻ ലാസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യണം, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സോ അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനാണ്. സോ ആ ഡിസ്ക്രിപ്ഷനെ നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. സോ ഞാൻ ഈ പറഞ്ഞ പോലെ പല ആൾക്കാരും യൂസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസ് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഓരോന്നും എങ്ങനെയാണ് ബെനിഫിഷ്യൽ ആവുന്നത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് QT, ലോജിക്കൽ റീസണിങ്, ലീഗൽ, GK, RC. ഓക്കെ, സോ ഇഫ് നിങ്ങൾ ക്വാണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, നിങ്ങൾക്ക് 8 മിനിറ്റ്സിലൊക്കെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വാണ്ട് കിട്ടുന്നുണ്ട്. ക്വാണ്ടിന് 12ൽ അറ്റ്ലീസ്റ്റ് ഒരു 9 to 10 എല്ലാ മോക്സിനും കിട്ടുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ക്വാണ്ടിൻ്റെ ബേസിക്സ് തറവാണ്.
എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാണ്ടിനെ അറ്റ് ഫസ്റ്റ് പ്ലേസ് ചെയ്യാം. കാരണം നിങ്ങൾ ആ ഒരു സേഫ് സോൺ ലൈക്ക് ആദ്യത്തെ ആ ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 8 മിനിറ്റ്സിൽ ക്വാണ്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ക്വാണ്ട് ലൈക്ക് നിങ്ങൾക്ക് ക്വാണ്ട് സ്ട്രോങ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിനെ ആദ്യം പ്ലേസ് ചെയ്യാം. ഇനി ഇവിടെ ഞാൻ ലോജിക്കൽ റീസണിങ്ങിനെ രണ്ടാമത് പ്ലേസ് ചെയ്തിരിക്കുന്നു. ദ റീസൺ ഇസ് ദാറ്റ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ നന്നായിട്ട് വേണ്ടുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, എല്ലാ ഏരിയയ്ക്കും കോൺസെൻട്രേഷൻ വേണം. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഒരു 40 മിനിറ്റ്സ് ഒക്കെ ഏറ്റവും നല്ല കോൺസെൻട്രേഷൻ കാണും. പിന്നെ അത് കഴിഞ്ഞ് ഗ്രാജുവലി കോൺസെൻട്രേഷൻ കുറയും. സോ ആ ഒരു ഏറ്റവും കോൺസെൻട്രേഷൻ ഉള്ള സമയത്ത് ഈ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. അതുകൊണ്ടാണ് ലോജിക്കൽ റീസണിങ്ങിനെ സെക്കൻഡ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ക്വാണ്ട് കഴിഞ്ഞിട്ട് ലോജിക്കൽ റീസണിങ്ങിന് ഐഡിയലി 20 മിനിറ്റ്സ് ആണ് കൊടുക്കുന്നത്. സോ 20 മിനിറ്റ്സ് കൊടുക്കാൻ നോക്കുക ആൻഡ് ലോജിക്കൽ റീസണിങ് ചെയ്യാം. ദെൻ ലീഗൽ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്കും ഈസി ആയിട്ടുള്ള ഒരു ഏരിയയാണ്. സോ ലീഗൽ റീസണിങ് ആൻഡ് ദെൻ ജി കെ ഈ പറഞ്ഞതുപോലെയാണ് കോൺസെൻട്രേഷൻ ഇച്ചിരി കുറഞ്ഞാലും മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു എൻറ്റയർ 120 മിനിറ്റ്സിൽ ഈസി ആയിട്ടുള്ള ഏരിയയാണ് ജി കെ എന്ന് പറയുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ 1 സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആൻഡ് 1 സ്പെസിഫിക് ആൻസർ ആയിരിക്കും. സോ നമ്മൾ ഏത് സമയത്ത് ചെയ്താലും ഒരേ രീതിയിൽ തന്നെയാണ് അത് എഫക്റ്റ് വരാൻ പോകുന്നത്. സോ അതുകൊണ്ട് ജി കെ ആൻഡ് ദെൻ റീഡിങ് കോംപ്രിഹെൻഷനും ലൈക്ക് ഇഫ് ദ പാസേജ് ഇസ് വെരി ഡിഫിക്കൾട്ട് പാടാവുന്നുണ്ടെങ്കിലും മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻസിലും ഈസി ആവുന്നതാണ് റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ ജി കെനെ ലാസ്റ്റ് പ്ലേസ് ചെയ്ത് സെക്കൻഡ് ലാസ്റ്റാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദ റീസൺ ഇസ് ദാറ്റ് നമ്മൾ റീഡിങ് ഏരിയാസ് എല്ലാം ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് 80 ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് 80 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ ഈ 80 ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഭയങ്കരമായിട്ട് ടയേർഡ് ആവും. അപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ നാച്ചുറലി കുറയും. സോ ഈ പറഞ്ഞ 3 റീഡിങ് സെക്ഷൻസിനിടയ്ക്ക് ജി കെനെയും ക്വാണ്ടിനെയും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺസെൻട്രേഷൻ നമുക്ക് റീഗെയിൻ ചെയ്തെടുക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് മീൻസ് റീഡിങ് സെക്ഷൻസിന് ഇടയ്ക്ക് നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യേണ്ടത്. സോ ക്യൂറ്റി നിങ്ങൾക്ക് ഈസി ആണെന്നുണ്ടെങ്കിൽ ക്യൂറ്റിനെ ആദ്യം പ്ലേസ് ചെയ്യുക. പക്ഷേ ജി കെ ഈ പറഞ്ഞ 3 റീഡിങ്ങിന് ഇടയ്ക്ക് പ്ലേസ് ചെയ്തുകൊണ്ട് ബെനിഫിഷ്യൽ ആക്കുക. പിന്നെ കമ്മിങ് ടു ദ സെക്കൻഡ് വൺ, ലീഗൽ, ജി കെ, ആർ സി, LR, QT. സോ ഞാൻ ഫോർ എക്സാമ്പിൾ ലീഗൽ ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്ക് 22 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ലീഗൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഒരു ആവറേജ് സ്കോർ 27, 26, 28 ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ലീഗലിനെ ആദ്യം പ്ലേസ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. കാരണം നമ്മൾ ആദ്യമേ അതങ്ങ് ചെയ്ത് തീർത്തു. നൗ വി ഹാവ് ഓൾ ദ റെസ്റ്റ് ഓഫ് ദ ടൈം. സോ അങ്ങനെയാണ് നിങ്ങൾക്ക് ലൈക്ക് ബെനിഫിഷ്യൽ ആവുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ലീഗൽ കഴിഞ്ഞിട്ട് ജി കെ ചെയ്യുക. സോ ആ ഒരു റീഡിങ് ഏരിയ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു റിലാക്സേഷൻ കിട്ടി ജി കെയിൽ. എഗെയിൻ ആർ സി ചെയ്യുക, LR ആൻഡ് ദെൻ QT. ഓക്കെ, സോ QT ഇവിടെ വരുന്ന സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് QT നിങ്ങൾക്ക് ഭയങ്കര പാടാണ്. QT എല്ലാ സമയത്തും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാറില്ല. ഓക്കെ, സോ 12 ക്വസ്റ്റ്യൻസിൽ 2 പാസേജിലോട്ട് എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റാറില്ല. സോ നിങ്ങൾക്ക് അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ QTനെ ലാസ്റ്റ് പ്ലേസ് ചെയ്യുക. ആൻഡ് ദെൻ ഈ പറഞ്ഞ 4 സെക്ഷൻസ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ ടൈം കാണും. QTക്കുള്ള ഒരു 10 മിനിറ്റ്സ് കാണും. സോ ആ 2 ടൈമും കൂടെ യൂട്ടിലൈസ് ചെയ്ത് ക്വാണ്ടിനെ അപ്രോച്ച് ചെയ്യുക. Okay, so this is another strategy. Now coming to the third one, legal, GK, RC, QT, LR. Okay, so ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ 3 റീഡിങ് സെക്ഷൻസും ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടയേർഡാവും. സോ അതുകൊണ്ട് ഞാനിവിടെ ചെയ്തത് ലീഗലിനും ആർ സിക്കും LRനും ഇടയ്ക്കായിട്ട് ഓൾട്ടർനേറ്റീവ്ലി GK ആൻഡ് QTനെ പ്ലേസ് ചെയ്തു. സോ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, QTക്ക് ഒരു ടൈം കൊടുക്കുക. ആ ടൈമിനകത്ത് QT ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ലീഗൽ റീസണിങ് ചെയ്തിട്ട് തിരിച്ച് വരിക. കാരണം ഞാൻ കണ്ടിട്ടുള്ളത് QTക്ക് ടൈം സ്പെൻഡ് ചെയ്യും, QT കിട്ടുന്നില്ല, ഭയങ്കര ഹാർഡായിട്ടുള്ള ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ലോജിക്കൽ റീസണിങ്ങിനുള്ള സമയം കൂടെ QT എടുത്ത് ചെയ്യാൻ നോക്കും. എന്നിട്ടും പറ്റാതെ അവസാനം ലോജിക്കൽ റീസണിങ്ങും ഇല്ല QTയും ഇല്ല എന്നുള്ള സിറ്റുവേഷനാണ്. സോ അത് അവോയ്ഡ് ചെയ്യുക. ഓരോ സെക്ഷനും നമ്മൾ അലോക്കേറ്റ് ചെയ്ത സമയം മാത്രം അതിന് സ്പെൻഡ് ചെയ്യുക. ആൻഡ് ദെൻ ബാക്കി സെക്ഷൻസ് ചെയ്യുക. ആൻഡ് ദെൻ ബാക്കി ബഫർ ടൈം ഉണ്ടെങ്കിൽ കം ബാക്ക് ടു ദ സെക്ഷൻ. അങ്ങനെയാണ് നമ്മൾ മോക്ക് അപ്രോച്ച് ചെയ്യാനുള്ളത്. സോ ഇപ്പം ഞാൻ ഈ 3 സ്ട്രാറ്റജി പറഞ്ഞു. ഇത് 3ഉം നിങ്ങൾ സത്യം പറഞ്ഞാൽ അപ്ലൈ ചെയ്ത് നോക്കണം. ഓരോ മൂക്കിനും ഓരോ ഓർഡർ ഓഫ് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ആ സ്കോർസ് നോട്ട് ഡൗൺ ചെയ്യുക. ഓരോ സെക്ഷനും നിങ്ങൾ അലോക്കേറ്റ് ചെയ്ത ടൈം നോട്ട് ഡൗൺ ചെയ്യുക. അത് നിങ്ങളൊരു ടേബിൾ ആക്കിയിട്ട് നിങ്ങളത് അനലൈസ് ചെയ്യുക. ഏത് ഓർഡറിൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് നെഗറ്റീവ് കുറഞ്ഞത്, നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടിയത്, ആൻഡ് ദെൻ നിങ്ങളുടെ സ്കോർ കൂടിയത്. അങ്ങനെ ചെയ്തിട്ട് ഈ പറഞ്ഞ നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങളുടെ ഓർഡർ ഓഫ് അറ്റംപ്റ്റ് ഫിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് 4 ഞാൻ പറയുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ചിലപ്പോൾ വേറൊരെണ്ണമായിരിക്കും. ഈ പറഞ്ഞ 5 എണ്ണത്തിന് ഏത് ഓർഡറിൽ പ്ലേസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവുന്നത്, ചിലപ്പോൾ ഈ 4 വേറൊരെണ്ണമായിരിക്കും. ദാറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഓർഡർ അപ്ലൈ ചെയ്യാം. പക്ഷേ അത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണോ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാം. ഓക്കെ, സോ ഓരോ ആൾക്കാർക്കും ഉള്ള സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് പ്ലസ് അവരുടെ ഇൻട്രസ്റ്റ് മീൻസ് അവരുടെ ചിലപ്പോൾ ഇഷ്ടമുള്ള ഏരിയ മാറ്റർ ആവാം, ചിലപ്പോൾ QT ചെയ്യാനുള്ള ആ ഒരു സ്കില്ല് മാറ്റർ ആവാം, ചിലപ്പോൾ റീഡിങ് സ്കില്ല് മാറ്റർ ആവാം. സോ അതെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ
ഓപ്ഷൻ ഏതാണ്, നിങ്ങളുടെ ഓർഡർ ഓഫ് അറ്റംപ്റ്റ് ഏതാണെന്നുള്ളത് ഫിക്സ് ചെയ്യുക. ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു നവംബറിന് മുന്നേ ഫിക്സ് ചെയ്യുക. ആൻഡ് അത് കഴിഞ്ഞിട്ട് എടുക്കുന്ന മോക്സ് എല്ലാം ഈ പറഞ്ഞ ഓർഡറിൽ തന്നെ എടുക്കുക. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഈസ് യുവർ ഓർഡർ ഓഫ് അറ്റംപ്റ്റ്. നൗ കമ്മിങ് ടു ദ ലാസ്റ്റ് വൺ. ഇതാണ് മോസ്റ്റ് ഐഡിയൽ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, വിച്ച് ഇസ് ലോജിക്കൽ റീസണിങ് ആൻഡ് പകുതി GK, ലീഗൽ ആൻഡ് അഗെയിൻ ബാക്കി പകുതി GK, RC, QT. ഇതിനുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒട്ടും ടയേർഡ് ആവത്തില്ല. കാരണം ഈ പറഞ്ഞ റീഡിങ് സെക്ഷൻസ് 80 ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടയേർഡാവും. അറ്റ് ദ സെയിം ടൈം ഞാൻ ലോജിക്കൽ റീസണിങ് ആദ്യം പ്ലേസ് ചെയ്യുന്നു. ദെൻ GKയുടെ 28 ക്വസ്റ്റ്യൻസിലൊരു 2 പാസേജ് ഞാൻ പ്ലേസ് ചെയ്യുന്നു, മീൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നു. ദെൻ ലീഗലിലോട്ട് വരുന്നു, ലീഗൽ ചെയ്യുന്നു. സോ ലീഗൽ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ GK ചെയ്തുകൊണ്ട് ഞാൻ അത്രയും ടയേർഡല്ല. ആൻഡ് ദെൻ GKയുടെ ബാക്കി പകുതി ക്വസ്റ്റ്യൻ 14 ക്വസ്റ്റ്യൻസ് 2 or 3 പാസേജസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുന്നു. ആൻഡ് ദെൻ റീഡിങ് കോമ്പ്രിഹെൻഷൻ വീണ്ടും ചെയ്യുന്നു. സോ റീഡിങ് കോമ്പ്രിഹെൻഷൻ ചെയ്യുന്ന സമയത്തും എനിക്ക് നേരത്തെ ലീഗൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു റിലാക്സേഷൻ ടൈം കിട്ടി GK ചെയ്തതുകൊണ്ട്. സോ അഗെയിൻ ഞാൻ RC ചെയ്യുന്നു. ആൻഡ് ദെൻ കമ്മിങ് ടു QT ലാസ്റ്റ് ഇട്ടതിൻ്റെ എൻ്റെ റീസൺ എന്ന് പറയുന്നത്, എനിക്ക് എല്ലാ മോക്സിനും എല്ലാ QTയും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് QTക്ക് ഒരു ആവറേജ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ 2 പാസേജ് എല്ലാ സമയത്തും എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ അപ്ലൈ ചെയ്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് QTക്ക് ഞാനൊരു ടൈം ഇട്ടു ആൻഡ് തന്നെ അത് ഞാൻ ലാസ്റ്റ് ആക്കി. സോ QT എനിക്ക് ഈ പറഞ്ഞ ബാക്കി 4 സെക്ഷൻസിന് കുറച്ചും കൂടെ നേരത്തെ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആ ഒരു ടൈമും കൂടെ എനിക്ക് QTക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ QT ലാസ്റ്റ് ഇട്ടത് ആൻഡ് ഈ ഒരു സ്ട്രാറ്റജി വെച്ചത്. സോ ദാറ്റ് എനിക്ക് ഈ പറഞ്ഞ എല്ലാ റീഡിങ് ഏരിയാസ് കഴിഞ്ഞിട്ടും ഒരു റിലാക്സേഷൻ ടൈമും കിട്ടി ആൻഡ് QTക്ക് എനിക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ബെനിഫിറ്റും കിട്ടി. ഇതേപോലെ നിങ്ങൾക്ക് ഏതാണ് ബെനിഫിഷ്യൽ ആവുന്നത് നോക്കി ചെയ്യുക. അതാണ് നമ്മൾ ഓർഡർ ഓഫ് അറ്റംപ്റ്റ് ഫിക്സ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ മെത്തേഡ്സ് മീൻസ് ഈ ഓർഡേഴ്സ് എല്ലാം നിങ്ങൾ ഓരോ മൂക്കിനും അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ഓർഡർ ഓഫ് അറ്റംപ്റ്റ് ഫിക്സ് ചെയ്യുക. നൗ കമ്മിങ് ടു ഐഡിയൽ അറ്റംപ്റ്റ്സ്. സോ നിങ്ങളുടെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 120 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും 120 ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യില്ല. ആൻഡ് 120 ക്വസ്റ്റ്യൻസ് റൈറ്റ് ആവണം എന്ന് കൺസോർഷ്യം എക്സ്പെക്റ്റ് ചെയ്യുന്നുമില്ല. ഓക്കെ, സോ എക്സാമിന് എന്താണ് ഐഡിയൽ അറ്റംപ്റ്റ്, അല്ലെങ്കിൽ മോക്കിന് എന്താണ് ഒരു ഫിക്സഡ് ഐഡിയൽ അറ്റംപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐഡിയൽ അറ്റംപ്റ്റ് ഇല്ല. അതായത് ഓരോ മോക്ക് പേപ്പറിനും ഓരോ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി ആയിരിക്കും. സോ ഈ ഒരു ലെവൽ ഓഫ് ഡിഫിക്കൽട്ടിക്ക് അനുസരിച്ച് നമ്മുടെ ഐഡിയൽ അറ്റംപ്റ്റ്സ് മാറും. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. സോ ഇവിടെ നമ്മുടെ ഇപ്പോൾ ക്ലാറ്റ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ വർഷവും ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി പലതാണ്. ഓക്കെ, സോ നമുക്ക് ആ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി എങ്ങനെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അത്രത്തോളം മോക്സ് എടുത്ത് അതിനെ അനലൈസ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യനും വായിച്ച് ഓരോ സെക്ഷൻസിൻ്റെയും ഡിഫിക്കൽട്ടി നമ്മൾ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പേപ്പർ ഡിഫിക്കൽട്ടാണോ മോഡറേറ്റ് ആണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലോട്ട് എത്തുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ ചെയ്യുന്നതും അതുപോലെ തന്നെയാണ്. നമ്മൾ മോക്ക് എടുക്കുന്ന മീൻസ് ക്ലാറ്റ് ആയിക്കോട്ടെ മോക്ക് ആയിക്കോട്ടെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ഓരോ സെക്ഷനും എങ്ങനെയാണ് സെക്ഷൻ കൊടുത്തേക്കുന്നത്, ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടാണോ, കുറച്ച് മോഡറേറ്റ് ആണോ, അത് നല്ല ഈസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറ്റംപ്റ്റ്സ് ഓഫ് കോഴ്സ് കൂടണം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻ ഈസി ആണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് എന്തായാലും കൂടുതലായിരിക്കും. ഓക്കെ, സോ മീൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ഓവറോൾ ഈസിയാണ്, ഓരോ സെക്ഷൻസ് ഈസി ആണെന്നുണ്ടെങ്കിൽ ആ ഓരോ ഈസി സെക്ഷൻസിന് അറ്റംപ്റ്റ്സ് കൂട്ടുക ആൻഡ് പാടുള്ള സെക്ഷൻസിന് അറ്റംപ്റ്റ് കുറയ്ക്കുക. ദാറ്റ് ഈസ് ദ സ്ട്രാറ്റജി. സോ പേപ്പർ ഓവറോൾ ഈസി ആണെന്നുണ്ടെങ്കിൽ ഒരു 108+ ആയിരിക്കും ഒരു ഐഡിയൽ അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. ബട്ട് എഗെയിൻ അത് ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ സെക്ഷൻസിനെയും കൂടെ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി ഇൻഫ്ലുവൻസ് ചെയ്യും. ആൻഡ് ഈസി ടു മോഡറേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 100+ ആൻഡ് മോഡറേറ്റ് ടു ഡിഫിക്കൾട്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 95+. അതൊക്കെയാണ് നമ്മളുടെ ഒരു നമ്പർ എന്ന് പറയുന്നത്. പക്ഷേ എഗെയിൻ ഇവിടെ മാറ്റർ ആവുന്നത് ടോട്ടലായിട്ടുള്ള അറ്റംപ്റ്റ്സ് അല്ല, ഓരോ സെക്ഷൻസിനും. ഇപ്പം നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ലോജിക്കൽ റീസണിങ് ഭയങ്കര പാടാണ്, പക്ഷേ ലീഗൽ റീസണിങ് എളുപ്പമാണ്. സോ നിങ്ങൾക്ക് ലീഗൽ റീസണിങ് അറ്റംപ്റ്റ് കൂടുതൽ ചെയ്യുക, ലോജിക്കൽ റീസണിങ് അറ്റംപ്റ്റ് കുറച്ച് ചെയ്യുക. റിവേഴ്സ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് നിങ്ങളുടെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ഈ പറഞ്ഞതിൽ തന്നെ വരും, പക്ഷേ നിങ്ങൾക്ക് അതിനകത്ത് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. സോ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു സ്ട്രാറ്റജിയാണ് എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി മനസ്സിലാക്കിക്കൊണ്ട് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കീപ്പ് ചെയ്യുക. ഓക്കെ, നൗ അനദർ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. സോ നിങ്ങൾ മോക്ക് എടുക്കുമ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മോക്കിൻ്റെ സ്കോർ എന്ന് പറയുമ്പോൾ ഓവറോൾ സ്കോർ പ്ലസ് സെക്ഷണൽ സ്കോർ, ഇതിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് കീപ്പ് ചെയ്യുക. ലൈക്ക് മോക്ക് 1 തൊട്ട് ഇപ്പം നിങ്ങളൊരു 30 മോക്സ് എടുത്തെന്ന് വിചാരിക്കുക, 30 മോക്ക് വരെ നിങ്ങളുടെ സ്കോർ എങ്ങനെയാണ്, മീൻസ് കൂടുകയാണോ അതോ ഫ്ലക്ച്വേറ്റിംഗ് ആണോ അതോ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണോ എങ്ങനെയാണെന്ന് നോക്കുക. ആൻഡ് ഈ ഓവറോൾ സ്കോർ മാത്രമല്ല ഫാക്ടർ ആവുന്നത്, സെക്ഷണൽ സ്കോഴ്സും ഫാക്ടർ ആവും.
സോ സെക്ഷണൽ സ്കോഴ്സ് എങ്ങനെയാണ്, സെക്ഷണൽ സ്കോഴ്സ് ഫ്ലക്ച്വേറ്റിംഗ് ആണോ, നിങ്ങളുടെ സ്ട്രെങ്ത് ഏരിയ ഏതാണ്, നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണ്, നിങ്ങൾക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് സ്കോർ മാറാതെ നിൽക്കുന്ന ഏതാണ്, ആൻഡ് ഈ പറഞ്ഞതുപോലെയാണ് സ്കോർ മാറാതെ നിൽക്കുന്ന സെക്ഷന് നിങ്ങൾ വീണ്ടും ടൈം സ്പെൻഡ് ചെയ്ത് സ്കോർ കൂടാൻ നോക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ ഈ പറഞ്ഞ സ്കോഴ്സിലൂടെ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പ്രാക്ടീസിൽ ബെനഫിഷ്യൽ ആക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് നിങ്ങളുടെ സ്കോർസിൻ്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുക ആൻഡ് ദെൻ ഓർഡർ ഓഫ് അറ്റംപ്റ്റ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഓർഡേഴ്സ് അപ്ലൈ ചെയ്ത് നോക്കുക ആൻഡ് നിങ്ങൾക്ക് ബെനഫിഷ്യൽ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇത് റെക്കോർഡ് ചെയ്ത് മീൻസ് എഴുതി വെക്കുക. ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഡയറിയിൽ ലൈക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഡൗൺ ചെയ്ത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ കൃത്യമായിട്ട് ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. സ്കോർസ്, സെക്ഷണൽ സ്കോർസ്, ഓർഡർ, ഇത് മൂന്നും കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക. ദെൻ കീപ്പ് റെക്കോർഡ് ഓഫ് ഈച്ച് സെക്ഷണൽ സ്കോർസ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ സെക്ഷണൽ സ്കോർസും എങ്ങനെയാണ് ആൻഡ് ദെൻ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റൈറ്റ് ആൻസേഴ്സ്, റോങ് ആൻസേഴ്സ്, ടോട്ടൽ സ്കോർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് മാർക്ക് പോയത് നിങ്ങൾ ഓവറായിട്ട് അറ്റംപ്റ്റ് ചെയ്തതുകൊണ്ടാണോ, അതോ മാർക്ക് കിട്ടിയത് നിങ്ങൾ കറക്റ്റായിട്ട് അറ്റംപ്റ്റ്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണോ, അതോ മോക്ക് പേപ്പർ ഈസി ആയിരുന്നിട്ട് നിങ്ങൾ അറ്റംപ്റ്റ് കുറച്ചതുകൊണ്ട് സ്കോർ കുറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റും. നോ കമ്മിങ് ടു മൂക്ക് അനാലിസിസ് പാർട്ട്. ഞാൻ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എങ്ങനെയാണ് മൂക്ക് അനലൈസ് ചെയ്യാന്നുള്ളതെന്നുള്ളത്. സോ അതർ ദാൻ ദാറ്റ് എങ്ങനെ മൂക്ക് അനലൈസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ പറഞ്ഞതുകൊണ്ട് മൂക്ക് എടുത്ത ദിവസം തന്നെ അനലൈസ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ഓർമ്മ കാണും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും കുറച്ചും കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ മാക്സിമം മൂക്ക് എടുത്ത ദിവസം തന്നെ അനലൈസ് ചെയ്യാനായിട്ട് നോക്കുക. സോ ആദ്യം സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുക. ഈ പറഞ്ഞതുപോലെ തന്നെ റീഡിങ് സെക്ഷൻസ് പറ്റുമെങ്കിൽ റീഡു തന്നെ ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് ജി കെ ആൻഡ് ക്യൂ ടി നിങ്ങൾ ക്യൂ ടിയും റീഡു ചെയ്യുന്നത് നല്ലതാണ്. ആൻഡ് ജി കെ ലേൺ ചെയ്യുക. അതാണ് അനലൈസിസ് പാർട്ടിൽ ചെയ്യാനുള്ളത്. സോ ആദ്യം സ്വന്തമായിട്ട് ഇതൊക്കെ നോക്കുക. ആൻഡ് ദെൻ ഈ പറഞ്ഞതുപോലെ തന്നെ ആൻസർ കീയിൽ ഓരോ പെർട്ടിക്കുലർ ആൻസേഴ്സിനും ഓരോ എക്സ്പ്ലനേഷൻ കാണും. ഈ എക്സ്പ്ലനേഷൻ തന്നെയാണോ നിങ്ങളുടെ റൈറ്റ് ആൻസർ അതായിട്ടും നിങ്ങൾ യൂസ് ചെയ്തതെന്ന് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എവിടെയാണ് ഡിഫറൻസ് വന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ഇപ്പം ആൻസർ കീയിലുള്ള ആ ഒരു റീസണിങ് നിങ്ങൾക്ക് ഒട്ടും കണക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പല രീതിയിൽ അത് ആലോചിച്ച് നോക്കുക. എന്നിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യുക. നമുക്കത് മെൻറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്ത് ആൻസറിലേക്ക് എങ്ങനെ എത്താൻ പറ്റും, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ഗ്യാപ്പ് വന്നതെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെ ഏറ്റവും മാറ്റർ ആണ് നമ്മൾ ഓരോരോ ക്വസ്റ്റ്യനായിട്ട് അപ്രോച്ച് ചെയ്യുന്നതാണ്. ഒരിക്കലും ഒരു പാസേജ് മൊത്തത്തിൽ കിട്ടിയിട്ട് ഓക്കെ പാസേജ് വീണ്ടും വായിക്കുക. ബിക്കോസ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ഇപ്പോഴും വിചാരിക്കുന്നത് ജസ്റ്റ് പാസേജ് വായിക്കുക, പാസേജ് എന്താണെന്ന് മനസ്സിലാക്കുക. അതല്ല, ഓരോ ഓപ്ഷൻസിലോട്ടും പോയി ഓരോ ഓപ്ഷനും വൈ ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ, വൈ ദിസ് ഇസ് ദ റോങ് ആൻസർ, വാട്ട് ഈസ് ദ റീസണിങ് ബിഹൈൻഡ്, വാട്ട് ഈസ് ദ ഓതേഴ്സ് ഇൻറ്റൻഷൻ ആൻഡ് ഹൗ ദ ക്വസ്റ്റ്യൻ ഡിമാൻഡ്സ് ദിസ് പെർട്ടിക്കുലർ ആൻസർ. ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ് മൂക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. ദിസ് കംസ് ഫോർ ദി റീഡിങ് സെക്ഷൻസ്. ജി കെക്ക് നമ്മൾ അനലൈസ് ചെയ്യാനുള്ളത് അഗെയിൻ പാസേജും ക്വസ്റ്റ്യനും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റഡ് ആയത്. കാരണം നമുക്കത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ക്ലാറ്റ് എക്സാമിന് ഇതേപോലെ തന്നെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നിടത്താണ്. മീൻസ് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നിടത്താണ്. ആൻഡ് ദെൻ ഓരോ ഓപ്ഷൻസും ഡീറ്റെയിൽഡായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ നോക്കുക. സോ അങ്ങനെയാണ് നമുക്ക് ജി കെ അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ക്യൂ ടിയിലോട്ട് വരുമ്പോൾ മാക്സിമം റീഡു ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. റീഡു ചെയ്യാൻ പറ്റുന്നില്ല, ക്വസ്റ്റ്യനേ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ക്യൂ ടി ഫാക്കൽറ്റിയായിട്ടോ മെൻറ്ററുമായിട്ടോ ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് മീൻസ് നിങ്ങളുടെ ഫൗണ്ടേഷൻ്റെ പ്രശ്നമാണോ, അതോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തതാണോ, അതോ നിങ്ങൾക്ക് ടൈമിൻ്റെ സ്ട്രെസ്സ് വരുന്നതാണോ എന്നൊക്കെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. നൗ മെൻറ്റേഴ്സ് റോൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമുക്ക് കിട്ടത്തില്ല. ഈ പറഞ്ഞ 120 ക്വസ്റ്റ്യൻസിന് അത് ഡെഫിനറ്റ്ലി കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും കാണും. സോ അത് നോട്ട് ഡൗൺ ചെയ്യുക. ആൻഡ് ദെൻ ഈ പറഞ്ഞ 2 ഓപ്ഷൻസ് കൺഫ്യൂസിങ് വരുന്ന സിറ്റുവേഷൻസിൽ കൃത്യമായിട്ട് ആ 2 ഓപ്ഷൻസ് നോട്ട് ഡൗൺ ചെയ്യുക. ഹൗ ദീസ് 2 ഓപ്ഷൻസ് ഡിഫർ ഫ്രം ഈച്ച് അതർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത് മെൻറ്ററുമായിട്ടുള്ള ഡിസ്കഷനാണ്. സോ ഇത് ഒരു കൺസെപ്റ്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ ഫീഡ്ബാക്ക്. കാരണം നിങ്ങളുടെ ആ ഒരു ട്രാക്ക് റെക്കോർഡും കൂടെ നിങ്ങൾ ഈ പറഞ്ഞ മെൻറ്റേഴ്സ് മീറ്റിൽ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് കിട്ടും ദാറ്റ് നിങ്ങളുടെ ഈ ഏരിയ ഈസ് ഇംപ്രൂവിങ് ബട്ട് ദിസ് ഇസ് നോട്ട് ഇംപ്രൂവിങ്, ദിസ് ഇസ് നോട്ട് ഗ്രോയിങ്, ദിസ് ഇസ് ബീങ് സ്റ്റാഗ്നൻറ്റ് ആൻഡ് ദെൻ ദിസ് ഏരിയ ഇസ് നോട്ട് അറ്റ് ഓൾ ഇംപ്രൂവിങ്, ദിസ് ഇസ് ഗോയിങ് ഡൗൺ ഇൻ കേസ്. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത് 1-to-1 മെൻറ്ററിങ് ആണ്. സോ അങ്ങനെ അതിനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഈ ഒരു ട്രാക്ക് റെക്കോർഡും ഈ പറഞ്ഞ മോക്ക് അനാലിസിസ് റിപ്പോർട്ടും കയ്യിൽ വേണം. ഓക്കെ, ദെൻ ദാറ്റ് യു കാൺ ഫൈൻഡ് ഔട്ട് യുവർ സെൽഫ് ഹിയർ. ദാറ്റ് ഇസ്
മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻസിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഓരോ ഓപ്ഷനാണ് ആൻസർ എന്ന് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഇൻഡ്യൂഷൻ കാണും, പക്ഷേ അതായിരിക്കില്ല ആൻസർ. സോ വാട്ട് മെയ്ഡ് ദാറ്റ് പെർട്ടിക്കുലർ ആൻസർ റോങ് എന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് മെൻറ്ററുമായിട്ടുള്ള ഡിസ്കഷനാണ്. എഗെയിൻ അവിടെ നിങ്ങൾ ആ പറഞ്ഞ ക്വസ്റ്റ്യനും ഓപ്ഷനും നോട്ട് ഡൗൺ ചെയ്ത് പോയാൽ മാത്രമേ അത് ബെനിഫിഷ്യൽ ആവുകയുള്ളൂ. സോ ദാറ്റ് ഇസ് വൈ മെൻറ്റേഴ്സ് റോൾ ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇനി നമുക്ക് ഐഡിയലി ഒരു 2 മാസമാണുള്ളത്. ഈ 2 മാസത്തിൽ 2 വീക്ക് നിങ്ങൾ നോക്കേണ്ട. നവംബർ 2nd വീക്ക് തൊട്ടുള്ള സമയം എന്ന് പറയുന്നത് നമ്മുടെ റിവിഷൻ പ്ലസ് വെരി ലെസ് നമ്പർ ഓഫ് മോക്സിനുള്ളതാണ്. സോ ഒക്ടോബർ ഫുൾ ആൻഡ് ദെൻ നവംബർ 2 വീക്സ്. സോ ഈ പറഞ്ഞ സമയത്തിനിടയ്ക്ക് നിങ്ങൾ ചെയ്യുന്ന മോക്സ് അത് 40 to 50 നിങ്ങൾക്ക് അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുന്നുണ്ട് വിത്തൗട്ട് ഗെറ്റിംഗ് മച്ച് സ്ട്രെസ്ഡ് എന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. സോ എത്ര മോക്സ് നിങ്ങൾ ഇതിന് ശേഷമുള്ള ഈ ഒരു ടൈമിൽ എടുക്കുന്നു, ആൻഡ് ദെൻ മോക്സ് ചുമ്മാ എടുക്കുന്നതല്ല, ഈ പറഞ്ഞ മെത്തേഡ്സ് അപ്ലൈ ചെയ്ത് ഈ പറഞ്ഞ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് മോക്ക് എടുക്കുന്നതിലാണ് കാര്യം. അങ്ങനെ നിങ്ങൾ മോക്ക് എടുക്കുന്നതാണ് നിങ്ങളുടെ ക്ലാറ്റ് റാങ്കിനെ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. അഫ്കോഴ്സ് ഈ പറഞ്ഞ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓൾ ഇന്ത്യ റാങ്കിൽ നല്ലൊരു റാങ്ക് കിട്ടും. സോ ഇത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. ഇത് നിങ്ങൾക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക, എങ്ങനെ നിങ്ങൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക, ആൻഡ് ദെൻ മോക്സ് എടുക്കുക, അനലൈസ് ചെയ്യുക, ആൻഡ് ദെൻ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ടിൽ ക്ലാറ്റ് എക്സാം. സോ ഫോർ ഓൾ ദീസ് തിങ്സ് നമുക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല റീസോഴ്സസും നല്ല മെൻറ്ററിങ്ങും ആണ്. സോ റീസോഴ്സസിന് അഫ്കോഴ്സ് ക്ലാറ്റ് എക്സാമിന് ഏറ്റവും നല്ല റീസോഴ്സസ് എന്ന് പറയുന്നത് ടെസ്റ്റ് സീരീസ് ആണ്. സോ ടെസ്റ്റ് സീരീസിനായിക്കോട്ടെ, 1-to-1 മെൻറ്ററിങ്ങിനായിക്കോട്ടെ, നല്ല നല്ല സെക്ഷണൽ ടെസ്റ്റിനായിക്കോട്ടെ, ടോപ്പിക് വൈസ് ടെസ്റ്റിനായിക്കോട്ടെ, എല്ലാത്തിനും നമുക്ക് ആവശ്യം പോലെ റിസോഴ്സസ് ട്യൂട്ടോറിയം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഡു ജോയിൻ ട്യൂട്ടോറിയം ഇഫ് യു ഹാവ് നോട്ട് ജോയിൻ യെറ്റ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.